സുജിത് ദാസിന് സസ്പെൻഷൻ വന്നിരിക്കുന്നു. വിവാദ ഫോൺ സംഭാഷണം പുറത്തു വന്നതിന് പിന്നാലെയാണ് സർക്കാരിന്റെ നടപടി ഉണ്ടായിരിക്കുന്നത്. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായിട്ട്. അനന്തൻ, കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നിറഞ്ഞു നിന്നത് SP സുജിത് ദാസ് ആണ്. എന്തൊക്കെ നിയമം വിട്ട അല്ലെങ്കിൽ ക്രിമിനൽ പ്രവർത്തനങ്ങളാണ് ഇദ്ദേഹം ഈ തലപ്പത്തിരുന്ന് അല്ലെങ്കിൽ ആ സ്ഥാനത്തിരുന്ന് ചെയ്തതെന്ന് ഓരോരോ വെളിപ്പെടുത്തലുകളായി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴെങ്കിലും നടപടിയായിരിക്കുന്നു അല്ലേ? ദിവിഷ്, PV അൻവർ MLA വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട SP സുജിത് ദാസ്, പത്തനംതിട്ട മുൻ SP സുജിത് ദാസിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉത്തരവ് ഒപ്പിട്ട് പുറത്തിറക്കിയത്. സുജിത് ദാസ് നേരത്തെ ഈ വെളിപ്പെടുത്തൽ വന്നതിന്റെ പിന്നാലെ സുജിദാസിനെതിരെ എടുത്ത ആദ്യ നടപടി പത്തനംതിട്ട SP സ്ഥാനത്ത് നിന്ന് സുജിദാസിനെ നീക്കുകയായിരുന്നു. പകരം ചുമതല നൽകിയിരുന്നില്ല. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ റിപ്പോർട്ട് ചെയ്യാനായിരുന്നു നിർദ്ദേശം. ഇന്നലെ സുജിദാസ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇന്ന് വൈകുന്നേരത്തോടെയാണ് ഇപ്പോൾ സുജിത് ദാസിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവിറക്കിയിരിക്കുന്നത്. സുജിത് ദാസ് PV അൻവർ MLA ഫോൺ ചെയ്യുന്ന സംഭാഷണം പുറത്തു വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് DIG അജിത ബീഗം അന്വേഷണം നടത്തി DGPക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ടിൽ ഗുരുതരമായ അച്ചടക്ക ലംഘനം സുജിത് ദാസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് വ്യക്തമാക്കിയിരുന്നു. അതിനൊപ്പം തന്നെ സർവീസ് ചട്ടലംഘനം നടത്തിയതിന്റെ ഭാഗമായി നടപടിയെടുക്കണമെന്ന ശുപാർശയും ഉണ്ടായിരുന്നു. എന്നാൽ ആ റിപ്പോർട്ട് ലഭിച്ച അന്ന് സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യുന്ന നടപടി ഉണ്ടായില്ല. പകരം പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി എന്ന സ്ഥാനത്ത് നിന്ന് നീക്കുക മാത്രമാണ് ചെയ്തത്. അത് വലിയ വിവാദം ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിൽ സർക്കാരിനോട് വലിയ പ്രതിഷേധം പല കോണുകളിൽ നിന്ന് ഉയരുകയും ചെയ്തിരുന്നു. PV അൻവർ MLA ആരോപണ വിധേയമാക്കിയ 2 IPS ഉദ്യോഗസ്ഥർ, ഒന്ന് സുജിത് ദാസ് IPS-ഉം ഒപ്പം തന്നെ സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറുമാണ്. രണ്ടുപേർക്കുമെതിരെ നടപടി വേണമെന്ന് ആവശ്യം ശക്തമായിരുന്നു. എന്നാൽ സുജിത് ദാസിനെതിരെ മാത്രമാണ് താൽക്കാലിക നടപടി ഉണ്ടായത്. MR അജിത് കുമാർ ഇപ്പോഴും ക്രമസമാധാന ചുമതലയിൽ തുടരുകയാണ്. ഇന്നിപ്പോൾ പ്രതിപക്ഷം ഈ വിഷയം ഏറ്റെടുത്ത് സമരം ശക്തമാക്കുകയും വിവിധ ജില്ലാ കേന്ദ്രങ്ങളിലും സംസ്ഥാന തലസ്ഥാനത്തും ശക്തമായ സമരവും തെരുവുയുദ്ധവും ഒക്കെ അരങ്ങേറി. ഇതോടുകൂടി രാഷ്ട്രീയമായി സർക്കാർ വലിയ പ്രതിരോധത്തിലായി, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ്. ഒരുപക്ഷെ ഇന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ സമരം കൂടി ഈ പെട്ടെന്നുള്ള ഈ ഒരു സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറക്കുന്ന നടപടിയിലേക്ക് എത്തിച്ചിട്ടുണ്ടാകാമെന്നാണ് വിലയിരുത്തുന്നത്. ഏതായാലും വിവാദ ഫോൺ സംഭാഷണം അത് കേട്ടാൽ തന്നെ സ്വാഭാവികമായും അങ്ങനെ ഒരു സ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥൻ നടത്തേണ്ട രീതിയിലുള്ള സംസാരമല്ല, കേഴലായിരുന്നു. അത് സ്വാഭാവികമായും ആ സേനയ്ക്ക് തന്നെ നാണക്കേടുണ്ടാക്കുന്നതാണ്. ഒറ്റയടിക്ക് തന്നെ ഒരു നടപടിയിലേക്ക് പോകാവുന്ന കാര്യവുമാണെന്ന് തോന്നുന്നു. അത് മാത്രമാണോ പരിഗണിക്കപ്പെട്ടത്? ഇപ്പോൾ അതിനുശേഷം ഇന്ന് വരെ ഉയർന്ന ആരോപണങ്ങൾ നമുക്കറിയാം. മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് ആളുകളെ കുടുക്കാനുള്ള ശ്രമം നടക്കുന്നു, അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് പൊട്ടിക്കൽ കേസിലെ വലിയ അപകടമുണ്ടായ കേസിൽ പ്രതികളെ പല രീതിയിലുള്ള അല്ലെങ്കിൽ വഴിവിട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇതൊക്കെ അന്വേഷണ വിധേയമായിട്ടുണ്ടോ, പരിശോധിച്ചിട്ടുണ്ടോ? അതോ കൃത്യമായി ഈ ഒരു വിവാദ ഫോൺ സംഭാഷണം മാത്രമാണോ ഈ നടപടിക്ക് ആധാരം? ദിവിഷ്, PV അൻവർ MLA-യുമായി സുജിത് ദാസ് നടത്തിയ ഫോൺ സംഭാഷണം, അതാണ് ഈ വിവാദങ്ങളുടെ തുടക്കം. അതാണ് ആദ്യം പുറത്തു വന്നത്. അതിൽ തന്നെ അതിനുശേഷം PV അൻവർ MLA നടത്തിയ വാർത്താ സമ്മേളനം, ആ വാർത്താ സമ്മേളനത്തിൽ സുജിത് ദാസിനും ADGP MR അജിത് കുമാറിനുമെതിരെ ഗുരുതരമായ, ഒരുപക്ഷെ കേരളത്തെ ഞെട്ടിച്ചു കളഞ്ഞ ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത്. പ്രത്യേകിച്ച് സ്വർണം കടത്ത്, സ്വർണ്ണക്കടത്ത് പൊട്ടിക്കൽ, കൊലപാതകമടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു. സുജിത് ദാസ് ഒരു മാഫിയ സംഘത്തലവനെ പോലെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയായിരിക്കെ പെരുമാറി എന്നാണ് PV അൻവർ MLA പറഞ്ഞത്. പിന്നീട് ഈ ആരോപണം പുറത്തു വന്നപ്പോൾ സുജിത് ദാസിനെ ഈ പത്തനംതിട്ട ജില്ലാ പോലീസ് സൂപ്രണ്ട് സ്ഥാനത്ത് നിന്ന് മാറ്റിയെങ്കിലും ഒരു സംരക്ഷണ കവചം സർക്കാർ അദ്ദേഹത്തിന് നൽകി എന്നുള്ളൊരു പ്രതീതി ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് മാതൃഭൂമി ന്യൂസിലൂടെ അടക്കം സുജിത് ദാസിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നടക്കം അതിന്റെ ഇരകളായവരടക്കം രംഗത്ത് വന്നത്. അതിനൊപ്പം തന്നെ മരമുറി കേസുമായി ബന്ധപ്പെട്ട പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നു. സുജിത് ദാസിനെ തീർത്തും കുറ്റാരോപിതനാക്കുന്ന നിലയ്ക്കുള്ള പ്രതികരണങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി മാതൃഭൂമി ന്യൂസിൽ അടക്കമുള്ള മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത്. ഇതോടുകൂടി സർക്കാർ പ്രതിസന്ധിയിലാക്കി. സുജിത് ദാസിനെതിരെ കർശനമായ നടപടിയെടുക്കാതെ തരമില്ല എന്ന
നിലയിലേക്ക് കാര്യങ്ങൾ വന്നു. ഏതായാലും DGP തല അന്വേഷണം ഇപ്പോൾ ഈ ആരോപണങ്ങൾ സംബന്ധിച്ച് നടക്കുന്നുണ്ട്. ആ റിപ്പോർട്ട് ഒരു മാസത്തിനകം നൽകിയാൽ മതി. പക്ഷെ അതിനു മുൻപ് തന്നെ പത്തനംതിട്ട ജില്ലാ സൂപ്രണ്ട് സ്ഥാനത്ത് ഉണ്ടായിരുന്ന സുജിത് ദാസിനെ ഇപ്പോൾ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇനി MR അജിത് കുമാറിനെതിരെ എന്ത് നടപടി എന്നുള്ളതാണ്. കാരണം MR അജിത് കുമാറിനെതിരെ അന്വേഷണം നടക്കുകയാണ് DGP തലത്തിൽ. അപ്പോഴും MR അജിത് കുമാർ ക്രമസമാധാന ചുമതലയുള്ള ADGP സംസ്ഥാനത്ത് തുടരുന്നു. ഇതെങ്ങനെ നീതിയുക്തമാകും എന്നുള്ള ചോദ്യം പല കോണുകളിൽ നിന്ന് ഉയരുന്നു. എന്തുകൊണ്ടാണ് MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്താതെ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? പ്രത്യേകിച്ച് DGPക്കൊപ്പം അന്വേഷണ സംഘത്തിലുള്ള 2 ഉദ്യോഗസ്ഥർ MR അജിത് കുമാറിന്റെ തൊട്ട് താഴെ പ്രവർത്തിക്കുന്നവരാണ്. അവർ നിരന്തരം MR അജിത് കുമാറുമായി ക്രമസമാധാന ചുമതലയുടെ ഭാഗമായി ബന്ധപ്പെടേണ്ടവരാണ്. അപ്പോൾ അങ്ങനെയുള്ള 2 ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരെ ഉൾപ്പെടുത്തി ഈ അന്വേഷണ സംഘത്തിന് എങ്ങനെയാണ് MR അജിത് കുമാറിനെതിരെ റിപ്പോർട്ട് നൽകാൻ കഴിയുക, അന്വേഷണം നീതിയുക്തമായി നടത്താനാകുക എന്ന ചോദ്യം പ്രതിപക്ഷം അടക്കം ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ ഇനി എന്തുണ്ടാകും? അത് ഗൗരവത്തിൽ തന്നെ സർക്കാർ എടുക്കുമോ? പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് വലിയ ആരോപണം നിഴലിൽ നിൽക്കുകയാണ്. അപ്പോൾ MR അജിത് കുമാറിനെതിരെ തൊട്ട് പിന്നാലെ നടപടി ഉണ്ടാകുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. ക്രമസമാധാന ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തുമോ എന്നാണ് അറിയാനുള്ളത്. ഏതായാലും PV അൻവർ തീർച്ചയായും വലിയ പ്രതിഷേധം ഇന്നും നമ്മൾ കണ്ടതാണ്. MR അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ ശക്തമായി നിൽക്കുന്നു. അദ്ദേഹം ആ സ്ഥാനത്ത് തുടർന്ന് തന്നെ ഈ അന്വേഷണം നടക്കുന്നു എന്നത് ഒരു വിരോധാഭാസമാണ്. ഇപ്പോൾ ഈ സുജിത് ദാസിന് നൽകിയിരിക്കുന്ന സസ്പെൻഷൻ ഇനി 1 മാസമാണ് മറ്റു കാര്യങ്ങളുള്ള പരിശോധനയ്ക്കുള്ള അന്വേഷണത്തിലുള്ള സമയം. ഇത് നിലവിലെ ഈ ബഹളങ്ങളെയും അല്ലെങ്കിൽ ആരോപണത്തിന്റെ കാഠിന്യമൊക്കെ കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു നടപടിയായിട്ട് ഒതുങ്ങുമോ, അതോ ഇന്ന് വരെ വന്നിരിക്കുന്ന വെളിപ്പെടുത്തലുകളൊക്കെ കൃത്യമായ പരിശോധനയിലേക്ക് പോയി കൃത്യമായ നടപടികളിലേക്ക് പോലീസ് സേന പോകുമെന്ന് പ്രതീക്ഷിക്കാമോ നമുക്ക് ഈ ഘട്ടത്തിൽ? ദിവിഷ, ഇതൊരു സൂചന തന്നെയാണ്. കാരണം രാഷ്ട്രീയമായി അത്രമേൽ ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും പ്രതിരോധത്തിലായി കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ ഓഫീസിലെ പ്രധാനി എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി, ഒപ്പം തന്നെ ക്രമസമാധാന ചുമതലയുടെ ഉള്ള ADGP MR അജിത് കുമാർ, ഒരു പക്ഷേ DGP കഴിഞ്ഞാൽ സംസ്ഥാനത്ത് പോലീസ് സേനയിലെ ഏറ്റവും കരുത്തുറ്റ സ്ഥാനത്തുള്ള ഓഫീസർ, ഒരു പക്ഷേ DGPയേക്കാൾ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നയാൾ, സൂപ്പർ DGP എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ടയാളാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിരുന്നു. അപ്പോൾ അതിനൊപ്പം MR അജിത് കുമാറിന്റെ വിശ്വസ്തനായ സുജിത് ദാസ്, ഈ 3 പേർക്കെതിരെയാണ് ഗുരുതരമായ ആരോപണം ഭരണപക്ഷ MLA തന്നെ ഉയർത്തിയത്. എന്നിട്ടും അത് കേരളം തോതിൽ ആശങ്കപ്പെട്ട വെളിപ്പെടുത്തലുകൾ തന്നെയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നടപടി ഉണ്ടാകുമെന്ന് പോലീസ് സേനയുടെ അസോസിയേഷന്റെ യോഗത്തിൽ പരസ്യമായി പോലീസുകാരുടെ മുന്നിൽ വെച്ചാണ് അന്വേഷണമൊക്കെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. ആ അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ കർശനമായ നടപടി, പുഴുക്കുത്തുകൾ ഈ സേനയിൽ ഉണ്ടാകില്ല എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ ശുദ്ധികലശത്തിലേക്ക്, പോലീസ് സേനയിലെ ശുദ്ധികലശത്തിലേക്ക് മുഖ്യമന്ത്രി പോകുന്നു എന്നുള്ള പ്രതീതി ഉണ്ടായത്. പക്ഷേ അന്ന് രാത്രിയായപ്പോഴേക്കും കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു. DGP മുഖ്യമന്ത്രിയും തമ്മിലുള്ള ചർച്ചയ്ക്ക് ശേഷം ഒരു അന്വേഷണം എന്നതിനപ്പുറം നടപടികളിലേക്ക് കാര്യങ്ങൾ പോയില്ല. DGP MR അജിത് കുമാറിനെ സംരക്ഷിച്ചു, സുജിദാസിനെ സംരക്ഷിച്ചു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്ക് കേൾക്കേണ്ടി വന്നു. ഇതാ ഇപ്പോൾ പ്രതിപക്ഷം സമരം ഇന്ന് ശക്തമാക്കി. തലസ്ഥാനത്ത് തെരുവുയുദ്ധമായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയുടെ തലപൊട്ടി, പോലീസിന്റെ ലാത്തിയേറ്റ് തലപൊട്ടി ചോരയൊലിച്ച് തെരുവിൽ കിടക്കുന്ന കാഴ്ച കേരളം കണ്ടു. രാഷ്ട്രീയമായി വലിയ പ്രതിരോധത്തിലേക്ക് CPM-ഉം ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരും പോയി. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ രാത്രിയിൽ മുഖ്യമന്ത്രി സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടിക്ക് മുതിർന്നത്. അദ്ദേഹം ആ ഉത്തരവ് പുറത്തിറക്കിയിരുന്നു. ഇനി MR അജിത് കുമാറിനെതിരെ എന്ത് നടപടി സർക്കാർ സ്വീകരിക്കുമെന്നാണ് അറിയാനുള്ളത്. ശരിയാണ്. ദിവസങ്ങൾ നീണ്ട വിവാദ കൊടുങ്കാറ്റിൽ അവസാനം SP സുജിത് ദാസിന്റെ സ്ഥാനം തെറിച്ചിരിക്കുന്നു. സസ്പെൻഷൻ ഉത്തരവ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇറങ്ങിയിരിക്കുന്നു. ഗുരുതരമായ ആരോപണങ്ങളാണ് SP-ക്കെതിരെ ഉയർന്നത്. PV അൻവർ MLA പുറത്തുവിട്ട ഫോൺ സംഭാഷണത്തിന് പിന്നാലെയാണ് ഈ വിവാദങ്ങൾ തുടങ്ങിയത്. പിന്നീട് പല കേസുകളിലും, പ്രത്യേകിച്ചും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസുകൾ, സ്വർണ്ണക്കടത്ത് പൊട്ടിക്കൽ കേസുകളിലൊക്കെ നിയമവിരുദ്ധമായ രീതിയിൽ SP ഇടപെട്ടു എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധവും ഒക്കെ ഉണ്ടായതിന് പിന്നാലെ ആ സ്ഥാനത്ത് നിന്ന് നീക്കിക്കൊണ്ട് സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുകയാണ്. തീർച്ചയായും ADGP അജിത് കുമാറിനെതിരെ എന്ത് നടപടി ഇതിന് പിന്നാലെ ഉണ്ടാകുമെന്ന ഒരു കാത്തിരിപ്പ് കൂടിയുണ്ട്. പക്ഷേ അദ്ദേഹം ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ സ്ഥാനത്ത് തുടർന്നുകൊണ്ടാണ് ഈ ആരോപണങ്ങൾക്ക് എതിരെ. എന്തായാലും അനന്തൻ, PV അൻവറിന്റെ പോസ്റ്റ് വന്നിരിക്കുന്നു. വിക്കറ്റ് നമ്പർ 1, ഒരു പുഴുക്കുത്ത് പുറത്തേക്ക് എന്നാണ് പോസ്റ്റിൽ സൂചിപ്പിക്കുന്നത്. ആദ്യ ദിവസം വലിയ തോതിൽ ആരോപണങ്ങൾ വന്നു. പിന്നീട് മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ഒന്ന്
പതുങ്ങി എന്ന മട്ടായിരുന്നെങ്കിൽ ഇന്നലെ വീണ്ടും ശക്തമായി ഈ പോരാട്ടം തുടരുക തന്നെയാണ് എന്ന് പറഞ്ഞ് വളരെ ശക്തമായി അൻവർ രംഗത്ത് വന്നതാണ്. അപ്പോൾ കിട്ടിയ ഉറപ്പുകൂടിയാകുമോ ഈ സസ്പെൻഷൻ? തീർച്ചയായിട്ടും ദിവിഷ്, പി വി അൻവർ MLA ബൗളിംഗിൽ ഫസ്റ്റ് വിക്കറ്റ് പോയിരിക്കുന്നുവെന്ന് അദ്ദേഹത്തിന്റെ ആ പര്യാപ്ത രൂപയിലുള്ള പോസ്റ്റിനോട് തന്നെ അങ്ങനെ തന്നെ താരതമ്യപ്പെടുത്താം. ഇനി എത്ര വിക്കറ്റുകൾ പോകും, ഇനി ആരൊക്കെയാണ് തലയുരുളാനുള്ളത് എന്നുള്ളത് കാത്തിരുന്ന് കാണാം. ഏതായാലും പി വി അൻവർ MLA ആരോപണം ഉന്നയിച്ചത് സർക്കാർ ഗൗരവത്തിൽ കണ്ടിരിക്കുന്നു. അതിന്റെ രൂപത്തിന് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു IPS ഓഫീസറുടെ നടപടിയിലേക്ക്, അച്ചടക്ക നടപടിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നു. മാത്രമല്ല പി വി അൻവർ MLA കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി കാണാൻ വന്ന് നേരിട്ട് മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു. അതിനുശേഷം പി വി അൻവർ MLA വീര്യം അല്പം കുറഞ്ഞതുപോലെ തോന്നിയിരുന്നു. പിന്നീട് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ AK സെന്ററിൽ സന്ദർശിച്ച ശേഷം വീണ്ടും പഴയ കരുത്തിലേക്ക് പി വി അൻവർ MLA എത്തുന്ന കാഴ്ചയാണ് കണ്ടത്. കൂടുതൽ കാര്യങ്ങൾ ഇനിയുമുണ്ട്, അത് അന്വേഷണമൊക്കെ നോക്കട്ടെ എന്ന ഒരു മുന്നറിയിപ്പിന്റെ സ്വരം കൂടി അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നടപടികളിലേക്ക് കടക്കാതെ ഒരു മൃദു സമീപനം സ്വീകരിക്കാൻ, എല്ലാം വരും ദിവസങ്ങളിൽ മറന്നുപോകും എന്നൊരു സമീപനം എടുക്കാൻ സർക്കാരിന് കഴിയില്ല എന്നുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് തോന്നുന്നു. ഒരുപക്ഷെ അത്തരം നടപടികളിലേക്ക് കടന്നില്ലെങ്കിൽ പി വി അൻവർ MLA ഭാഗത്ത് നിന്ന് വെളിപ്പെടുത്തലുകൾ ഉണ്ടായേക്കാം, തെളിവുകൾ പുറത്ത് ഇട്ടേക്കാം. അത് കൂടുതൽ ശരി. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ നിമിഷം വരുന്നത്. പത്തനംതിട്ട SP സ്ഥാനത്ത് നിന്ന് നേരത്തെ നീക്കിയിരുന്ന SP സുജിത് ദാസിന് ഇപ്പോൾ സസ്പെൻഷൻ കൂടിയായിരിക്കുന്നു. പി വി അൻവർ MLA പുറത്തുവിട്ട വിവാദ ഫോൺ സംഭാഷണത്തിന് പിന്നാലെയാണ് ഈ നടപടി.